കാശ് തരാമെന്ന് പറഞ്ഞ് ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഒരുപാട് തവണ പലരും ഇപ്പോഴും പറ്റിക്കുന്നുണ്ട്. പടത്തിന്റെ ഒക്കെ ബാലൻസ് പൈസ കിട്ടാണ്ട് ഇനി കിട്ടാനുണ്ടല്ലേ? ഇന്ന് തരാം നിഖില മോളെ, നാളെ തരാം നിഖില കുട്ടി എന്ന് പറയണ പോലെ അതുണ്ട്. ആണോ? പറഞ്ഞിട്ടുണ്ടെങ്കിലും തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുണ്ട്. അപ്പൊ നസ്ലിൻ അങ്ങനെ ഒരു അനുഭവം എത്തിയിട്ടില്ല. എത്തിയിട്ടില്ലാന്ന് വെച്ചാൽ വലിപ്പിച്ചിട്ടുണ്ട്. സംഭവിക്കട്ടെ. അഭിനയിച്ച സിനിമകൾ കാണുമ്പോൾ ഞാനൊരു അഭിനയ തിലകമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ജിങ് ജിങ്. ഒരിക്കലുമില്ല. നസ്ലിനോ? ഇല്ല, നെവർ. ഒരിക്കലും തോന്നിയിട്ടില്ല. പിന്നെ എന്താ തോന്നിയിരിക്കുന്ന അഭിനയിച്ച സിനിമകളൊക്കെ കാണാൻ? നന്നാക്കാമായിരുന്നു എന്നൊക്കെ തോന്നും. എപ്പോഴും ഇംപ്രൂവ് ചെയ്യായിരുന്നു. എപ്പോഴും ഓരോന്ന് ചെയ്യുമ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ തോന്നിയിരിക്കുന്നത് ഏത് സിനിമ കണ്ടപ്പോൾ? കുരുതി ആണോ? അതിനകത്ത് എല്ലാ സീനും നന്നാക്കാമായിരുന്നു എന്നാണോ തോന്നിയത്? ചില അങ്ങനെയല്ല, അതിൽ സ്ലാങ് ഭയങ്കര ഇതായിട്ടാ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് എനിക്ക് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യായിരുന്നു. വേറെ എന്തൊക്കെ കാര്യങ്ങളാ പൊതുവെ ഓരോ പ്രൊജക്ട് വരുമ്പോഴും നസ്ലിൻ ശ്രദ്ധിക്കണത്? പ്രിപ്പറേഷൻസ് ഒന്നുമില്ല. ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്റേഴ്സ് അവരായിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മള് അല്ലാതെ വലിയ കാര്യമായിട്ട് മെനക്കെട്ട് ആ ടൈപ്പ് മൂവീസോ അല്ല ആ ടൈപ്പ് ക്യാരക്ടേഴ്സിന്റെ വേറെ മൂവീസ് കാണുക, അവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കും ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക, വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, അങ്ങനത്തെ ഒരു ആക്ടർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അത്തരത്തിലുള്ള ഒരു അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ല, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള ഒരു ആക്ടർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ. നിഖില? ഇല്ല, അങ്ങനെ എനിക്കെപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ ഒരുപാട് ഹോംവർക്ക് ഒക്കെ ചെയ്തു പോകുന്ന സമയത്ത് പിന്നെ അത് ആ ക്യാരക്ടർ പിന്നെ നമ്മുടെ ക്യാരക്ടറായി പോകും. നമ്മളാണ് അതിനേക്ക് ഉള്ള ഇൻപുട്സ് കൊടുക്കണ്ടാവുക. അത് ഡയറക്ടേഴ്സിന്റെ പോയാൽ മതി എന്നുള്ളൊരു. ശരി. ഇനി പ്രൊമോഷൻ ഇന്റർവ്യൂകളിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ഇറങ്ങാൻ തോന്നുന്നുണ്ടോ? ഓടാൻ തോന്നുന്നുണ്ടോ? എന്നിട്ടാണ് ഇപ്പൊ കെട്ടിയിടാൻ നിഖിലേക്ക് തോന്നിയിട്ടുണ്ട് പലതവണ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രൊമോഷൻ വീഡിയോയുടെ ഇത്ര ഇത് വെറുപ്പാണോ? വെറുപ്പെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, ഞാൻ ചോദിക്കാതെ ഇറങ്ങി ഓടണമെങ്കിൽ ഇഷ്ടമില്ലാഞ്ഞിട്ടാണല്ലോ ഇറങ്ങി ഓടണേ. ചില സമയത്ത് ഇങ്ങനെ തോന്നും, അതിപ്പോ നമ്മളിപ്പോ തോന്നുന്നുണ്ടല്ലോ. അതിന് ഞാൻ അതിന് ഞാൻ പ്രൊഡ്യൂസറോട് ഞാൻ സംസാരിച്ചു. ഇല്ല, അങ്ങനെയല്ല. ചിലപ്പോ നമുക്ക് തോന്നും നമ്മള് സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വന്നിരുന്നിട്ട് ചിലപ്പോ നമ്മള് റാൻഡം കാര്യങ്ങളൊക്കെ പറയുന്നതിലൊക്കെ പോകുമ്പോ സിനിമ വിട്ടിട്ടുള്ള ടോപ്പിക് മാറി പോകുന്ന സമയത്ത് അത് വേണ്ട, അങ്ങനെ തോന്നാം. കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ല. ഓക്കെ, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അടുത്തത്, സിനിമാ സെറ്റുകളിൽ നിന്ന് മുങ്ങിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ മുങ്ങാൻ പറ്റാറില്ലല്ലോ. ഒരു ലോക്കിട്ട് പൂട്ടി വെക്കുക, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലെ? അല്ല, മുങ്ങിയ പിന്നെ നമ്മൾ അതിനൊരു എക്സ്ട്രാ ഡേറ്റ് കൊടുക്കണം അഭിനയിക്കാൻ. കയ്യിലില്ല. അല്ല, അത് ആ ദിവസം തന്നെ പോയി അഭിനയിക്കല്ലേ ലാഭം.